കാടുകൾ മാത്രമായിരുന്ന മനുഷ്യൻ്റെ യാത്ര ഇന്ന് ബഹിരാകാശത്തേക്ക് വരെ വ്യാപിച്ചിരിക്കുന്നു. ടെക്നോളജി മനുഷ്യനെ വളരെയധികം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആശയവിനിമയം എളുപ്പമാക്കുക, യാത്ര എളുപ്പമാക്കുക, സന്ദേശം ലഭ്യമാക്കുക, അതുപോലെ തന്നെ നിരവധി തൊഴിൽ മേഖലകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്നോളജിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? സമൂഹത്തിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ കോഴ്സ് ഓഫ് BTech, ബാച്ചലർ ഓഫ് ടെക്നോളജി എന്ന കോഴ്സിനെ പറ്റി, അതിൻ്റെ സാധ്യതയെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എന്താണ് BTech? ആരൊക്കെയാണ് എഞ്ചിനീയർമാർ? നമുക്കറിയാം, ഓരോ മനുഷ്യൻ്റെയും ദിവസേന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ വലിയൊരു പങ്ക് ടെക്നോളജി വഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ, വൈദ്യുതി ഉപകരണങ്ങൾ, വാഹനങ്ങൾ, അങ്ങനെ ഒട്ടനവധി ടെക്നോളജി നമുക്ക് ചുറ്റുമുണ്ട്. ടെക്നോളജി ഇല്ലാത്ത ലോകത്തെ പറ്റി നമുക്ക് ആലോചിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇത്തരം ടെക്നോളജികൾ പ്രാവർത്തികമാക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് എഞ്ചിനീയേഴ്സ്. ഇനി എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി BTech തിരഞ്ഞെടുക്കണം? BTech എന്ന് പറയുന്നത് വളരെയധികം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. BTech ഡിഗ്രിയിൽ വിവിധ മേഖലകളിലായിട്ട് വളരെയധികം മികച്ച തൊഴിലുകളാണുള്ളത്. സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, മാനുഫാക്ചറിങ്, ഓട്ടോമോട്ടീവ്, എനർജി ആൻഡ് ഹെൽത്ത് എന്നീ തുടങ്ങിയ മേഖലകളിൽ നിരവധി ജോലി അവസരങ്ങളാണുള്ളത്. BTech എന്നത് മറ്റ് കോഴ്സുകളെ അപേക്ഷിച്ച് വളരെയധികം ശമ്പളം കൂടുതലാണ്. അതുപോലെ തന്നെ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവാം. അതുപോലെ തന്നെ ലോകമെമ്പാടും ഗ്ലോബൽ കരിയറുള്ള ഒരു കോഴ്സാണ് BTech. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠനത്തിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സംരംഭം തുടങ്ങും ചെയ്യാം. ഇനി BTech ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ബെറ്റർ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സയൻസ് വിഷയത്തോട് താല്പര്യമുള്ള, പുതിയ പുതിയ ആശയങ്ങൾ വികസിപ്പിക്കാൻ കഴിവുള്ള, ക്രിയേറ്റീവ് മൈൻഡുള്ള, നല്ല രീതിയിൽ ടീം വർക്ക് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രം എന്ത് ചെയ്യുക? BTech എടുത്ത് പഠിക്കുക. BTech എന്ന് പറയുന്നത് സമുദ്രം പോലെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനനുയോജ്യമായി ബ്രാഞ്ച് സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഇനി ഏതൊക്കെയാണ് BTech വരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, സൈബർ സെക്യൂരിറ്റി, ഫയർ ആൻഡ് സേഫ്റ്റി, പെട്രോളിയം, പെട്രോകെമിക്കൽ, ഫുഡ് ടെക്നോളജി, ബയോമെഡിക്കൽ, അഗ്രികൾച്ചർ, കെമിക്കൽ, മൈനിങ്, ജനറ്റിക്, ഫാർമസ്യൂട്ടിക്കൽ, നാനോ ടെക്നോളജി, ടെക്സ്റ്റൈൽ, മെഡിക്കൽ ഇലക്ട്രോണിക്, ബയോടെക്നോളജി, മെക്കട്രോണിക്സ്, മറീൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ, മെക്ക് ആൻഡ് ഓട്ടോ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, എയ്റോസ്പേസ്, സോഫ്റ്റ്വെയർ, മെക്കാനിക്കൽ, സിവിൽ, IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് BTechൽ വരുന്ന ബ്രാഞ്ചസ്. BTechൻ്റെ ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 4 ഇയറാണ് ഡ്യൂറേഷൻ വരുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 സയൻസ് 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റീസായ IIT, NIT, IIIT എന്നീ തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീറ്റ് നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ എന്തായാലും JEE മെയിൻ, അപ്പോൾ JEE അഡ്വാൻസ് എന്നീ എക്സാം ക്ലിയർ ചെയ്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളും ലഭിക്കുക. ഇത് ലോകത്തിലെ തന്നെ ടഫ് എക്സാമുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ടോപ്പ് കോളേജസായ BITS, BIT, SRM എന്നീ പോലുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക്. അതായത് കോളേജ് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റും കാര്യങ്ങളും ലഭിക്കുക. കമ്പാരിറ്റീവ്ലി ഫീസ് വളരെ കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ കീം എൻട്രൻസ് എക്സാം നിർബന്ധമായിട്ടും എഴുതുക. കാരണം കീം എൻട്രൻസ് എക്സാം എഴുതുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സീറ്റ് ലഭിക്കുക. ഇതുവരെ നമ്മൾ കോഴ്സിനെ പറ്റിയിട്ടും A to Z കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? AICTE ഇന്ത്യയിലെ തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിനും വേണ്ട അംഗീകാരമാണ്. ഈ അംഗീകാരമുണ്ടോ? NAAC, NAAC, നാഷണൽ അസസ്മെൻറ്റ് ഓഫ് അക്രഡിറ്റേഷൻ കൗൺസിൽ കോളേജിൻ്റെ ഗുണനിലവാരം A+, A, B++, B+ എന്നീ തുടങ്ങിയ ഗ്രേഡുകൾ നിങ്ങളുടെ കോളേജിനുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. കാരണം മാക്സിമം ഇത്തരം ഗ്രേഡുകളുള്ള കോളേജ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ NBA, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ, യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ, നിങ്ങളുടെ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ യോഗ്യത, ഇൻഫ്രാസ്ട്രക്ചർ, പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സ്, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, കോളേജിൻ്റെ പ്രശസ്തി, കോഴ്സിൻ്റെ സിലബസ്, ലാബ് ഫെസിലിറ്റീസ്
ഇൻറ്റേൺഷിപ്പ്, ക്യാമ്പസ് ഇൻ്റർവ്യൂ. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റോട് കൂടി ഗ്യാരണ്ടിയോട് കൂടി സമ്പാദിച്ച് പഠിക്കണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യുക.